ഇന്ന് ഞാൻ സ്പെഗറ്റി വെച്ചിട്ടുള്ള റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ടൊമാറ്റോ സ്പെഗറ്റി. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം സ്പെഗറ്റി എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റിൻ്റെ ഹാഫാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 3 വലിയ ടൊമാറ്റോയും കൂടെ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ സ്പെഗറ്റി ഒന്ന് വേവിച്ചെടുക്കണം. അതുപോലെ തന്നെ ടൊമാറ്റോയും നമുക്കൊന്ന് അതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഒരു എക്സ് മാർക്ക് ഇട്ട് കൊടുത്തിട്ട് തിളച്ച വെള്ളത്തിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇട്ട് വയ്ക്കുമ്പോഴേക്കും ആ സ്കിന്നൊന്ന് റിമൂവ് ചെയ്ത് കളയാം. അത് കഴിഞ്ഞിട്ട് അതിനെ നമുക്കൊന്ന് പ്യൂരിയാക്കി എടുക്കണം. സ്പെഗറ്റി വേവിക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആ വെള്ളത്തിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് സ്പെഗറ്റിയിൽ അത് പാകമായിട്ട് വന്നോളൂ. ഇപ്പം വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്പെഗറ്റി ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഒക്കെ എടുക്കും ഇത് വേകാനായിട്ട്. ഈ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. സ്പെഗറ്റി കുറച്ചും കൂടി വേകാനുണ്ട്. ടൊമാറ്റോ നമുക്കിനി വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്തിട്ട് അതിനെ നമുക്ക് മിക്സിയിൽ ജാറിലിട്ട് അടിച്ച് ഒന്ന് പ്യൂരിയാക്കി എടുക്കാം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും 2 വെളുത്തുള്ളി അല്ലിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മിക്സ്ഡ് ഹെർബ്സ് ആണ്. പിന്നെ നമുക്ക് ചില്ലി ഫ്ലേക്സും കൂടെ വേണം. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മളിത് ഒലിവ് ഓയിലാണ് തയ്യാറാക്കുന്നത്. ഞാൻ ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ട്രാൻസ്പെറന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ടിട്ട് ഒരുപാട് നേരമായിട്ട് വഴറ്റൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മിക്സഡ് ഹെർബ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്.
ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ പ്യൂരി ആക്കിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഈ ടൊമാറ്റോയ്ക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ നേരത്തെ സ്പെഗറ്റി വേവിച്ചപ്പം അതിനുള്ള ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ ചേർക്കുന്നുണ്ട്. ഈ ടൊമാറ്റോയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഷുഗർ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അല്പസമയം നമുക്കൊന്ന് അടച്ചു വെക്കാം. ഈ ടൊമാറ്റോ നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടണം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയത് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇപ്പോൾ ടൊമാറ്റോ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ഒന്ന് റെഡ്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സ്പെഗറ്റി ചേർത്ത് കൊടുക്കാം. സ്പെഗറ്റി ഈ സോസിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ സ്പെഗറ്റി നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ടൊമാറ്റോ സ്പെഗറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വേണമെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ചീസ് കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഒരു പിഞ്ച് മിക്സ്ഡ് ഹെർബ്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.